ഇതേപോലെ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാള് ഒരു വഴിയിലൂടെ പോയ ചരിത്രവും ആ ബദർ മൗലൂദി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്താ ഉള്ളത്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ഒരു കച്ചവട മുതലുമായി അതിൽ വന്നപ്പോൾ അയാളോട് അവിടെ വന്നവരൊക്കെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ വഴിയിലൂടെ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്? ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്തു സിനീന, കുറെ കാലങ്ങളായിട്ട് ഈ വഴി മിൻ ലുസൂസിൻ സിബായിൻ, വന്യജീവികളുടെ അക്രമം അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൊള്ളക്കാരുടെ അക്രമം കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിലൂടെ വന്നു, ആ വഴിയിൽ ഞാൻ പ്രവേശിച്ചു. എന്തുകൊണ്ട്? ബിജയ്ഷിൻ ദഖല ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കടന്ന ഒരു സൈന്യവുമായിട്ട് അതിൽ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ അദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ട് എന്ന വിവരം കൊള്ളക്കാർക്ക് കിട്ടി. ഞങ്ങൾ എന്ത് ചെയ്തു, അവരുടെ മേലെ ചാടി വീണു, ആക്രമിച്ചു. 11 പേരെ അവരെ കൂട്ടത്തിൽ നിന്ന് കൊന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിജാറത്തിന്റെ സാഹിബിന്റെ മേലെ എന്ത് ചെയ്തു, മുന്നിട്ടു. അങ്ങനെ മുന്നിട്ടപ്പോൾ ആ സാഹിബ് എന്ത് ചെയ്തു, ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താ? അപ്പൊ അവര് പറഞ്ഞു, നിന്നെ കൊല്ലുക, നിന്റെ ഈ സ്വത്ത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. മാത്രവുമല്ല, ബാക്കി ശേഷിക്കുന്ന കുറച്ച് ആളുണ്ടല്ലോ, അവരുമായിട്ട് നീ രക്ഷപ്പെടുക, ഇതിനു വേണ്ടി വന്നതാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചു, കൈഫ തഖ്ദീറൂന അലയ്യ, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് കഴിവാവുക? മടിയ അസ്ഹാബു ബദരി, എന്നോടൊപ്പം ആരുണ്ട്? ബദരീങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇന്നാലാ നഅരിഫു അഹ്ല ബദരി, നമുക്ക് ബദരീകളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു, ആരംഭിച്ചു, അന്യത്തുലു അസ്മാഅൻ ലൻ നഅരിഫുഹ, നമുക്കറിയാത്ത കുറച്ച് പേരങ്ങൾ വിടാൻ തുടങ്ങി. അന്നേരം ഇത് ഹറജാലൈന റീഹൻ ശദീദത്തൻ, കഠിനമായ ഒരു കൊടുങ്കാറ്റ് നമ്മൾക്കെതിരെ വന്നു എന്ന് മാത്രമല്ല, അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൽ ഇഖ്ബാൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും ഉയരമുള്ള പൊക്കമുള്ള നല്ല ഒട്ടകം പോലത്തെ വലിയ വലിയ കുതിരകളുടെ പുറത്ത് വലിയൊരു സൈനികർ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇഖ്ബലു അഹ്ല ബദരിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുന്നത്. ഇങ്ങോട്ട് വന്നു, ഭയങ്കരമായ ഫൈറ്റോടെ നടന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു, 11 ആളുകൾ ചത്തു. ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് മുന്നിൽ പോയി സുജൂദിൽ വീണു. അങ്ങനെ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്, ഇതൊന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, അത് നടക്കില്ല, പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇസ്ലാം മതം സ്വീകരിക്കണം. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ബദരീങ്ങളുടെ അസ്മാ എന്ത് ചെയ്തു, പഠിപ്പിച്ചു കൊടുത്തു. അവര് എന്ത് ചെയ്യുന്നുണ്ട്, അത് പിന്നെ കൊണ്ടുപോയി നടന്ന് പല രക്ഷകളും നേടാൻ തുടങ്ങി. ഇത് മുന്തു അറഫ്തുഹ, ഇത് അറിഞ്ഞത് മുതൽ ലം അഹ്തജില ഹഫാറത്തി അഹദി മിനൽ ഖൽഖി ഫിൽ ബഹരി വലാ ഫിൽ ബർരി, കരയിലും കടലിലും എനിക്ക് ഒരൊറ്റ ആളുടെയും കാവലിന്റെ ആവശ്യം വന്നിട്ടില്ല. ആരാണ് ബദരീങ്ങൾ? അവർ അള്ളയായിട്ടല്ല, പറച്ചോൻ അവർ കൊടുത്തിരിക്കുന്ന ബഹുമാനമാണ്. അവരുടെ പേര് പോലും എഴുതി വെച്ച വിധത്തിൽ അപകടങ്ങൾ വരില്ല എന്നല്ലേ. ഇതൊക്കെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്.